ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യമാണ് ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ വായിച്ചത്. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. വളരെ പരിചിതമായ വാക്യശകലമാണ്. സർവജ്ഞനായ ദൈവം അബ്രാമിനോട് പറയുകയാ, അബ്രാമേ ഭയപ്പെടേണ്ട. രണ്ട് കാര്യമാ അതിന് പറയുന്നത്. ഒന്ന്, ഞാൻ നിന്റെ പരിചയം. രണ്ട്, നിന്റെ അതിമഹത്തായ പ്രതിഫലവും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അബ്രാമിനോട് പറയുക, ഭയപ്പെടേണ്ട. ആ ദൂത് തന്നെ ഇവിടെ കൂടപ്പെട്ടവരോട് ദൂരത്തിരിക്കുന്നവരോട് പറയുക, ഭയപ്പെടേണ്ട. ദൈവം നമ്മുടെ പരിചയം, അവിടുന്ന് നമ്മുടെ പ്രതിഫലവും. നിങ്ങൾക്കറിയാം, വിശ്വാസികളുടെ പിതാവാണ് അബ്രാം. ഇന്ന് ലോകത്തിൽ പാർക്കുന്ന മാനവ ജനതയിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ 4/3 വിഭാഗത്തിൻ്റെയും പിതാവ് എന്നുള്ള ബഹുമതി അബ്രാമിന. ഇതുപോലൊരു വ്യക്തി ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകുകയില്ല മനുഷ്യരുടെ ഇടയിൽ. അപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ പാർക്കുന്ന മാനവ കുലത്തിൽ 4/3 വിഭാഗത്തിൻ്റെയും പിതാവ് എന്നുള്ള ബഹുമതി അബ്രാമിന. നിങ്ങൾക്കറിയാം, യഹൂദ ജനത്തിന്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ പിതാവ് എന്നുള്ള ബഹുമതി അബ്രാമിന്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവ് എന്നവര് ഉള്ളം കൊണ്ട് പറയുകയും ഏറ്റു പറയുകയും അതിൽ പ്രശംസിക്കുന്നവരാ. അതുകൊണ്ട് ആ കർത്താവ് ഒരിക്കൽ യഹൂദന്മാരുമായി സംഭാഷിച്ച വേളയിൽ പറയുകയാണ്, യഹൂദന്മാർ പറയാ, ഞങ്ങൾ അബ്രാമിന്റെ സന്തതികളാണ്. ഇത് നമ്മൾ പറഞ്ഞ ഒക്കുകയില്ല, പറയാതിരിക്കുന്ന നല്ലത്. എനിക്കിന്ന് രാത്രിയിലെ യോഗത്തിൽ സന്തോഷിക്കാൻ വേറൊരു കാര്യം, പ്രിയ അജി ഇന്ന് രാത്രി നമ്മുടെ മെമ്പറാണോ? ഇവിടുത്തെ മെമ്പറാ. ഞങ്ങൾ ഒന്നിച്ച് ഹൈസ്കൂളിൽ പഠിച്ചതാ. എനിക്കൊന്നും കംപ്ലീറ്റ് ചെയ്തില്ലെന്നാ തോന്നുന്നത്. അതാ. എന്നാലും നല്ല സഹോദരനായിരുന്നു. ഇടയ്ക്ക് നമ്മൾ എവിടെ വെച്ചാൽ കാണുകയും ചെയ്തല്ലോ. വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ പിതാവ് എന്നുള്ള ബഹുമതി അബ്രാമിന. രണ്ട്, വിശ്വാസികളുടെ എല്ലാം പിതാവ് അബ്രഹാമ. വിശ്വാസികളുടെ പിതാവ് അബ്രഹാമത്ത്. അപ്പൊ ഇന്ന് ലോകത്തിൽ പാർക്കുന്ന സകല യഹൂദ ജനത്തിന്റെ പിതാവ് എന്നുള്ള ബഹുമതി അബ്രാമിന. ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ചിതറി പാർക്കുന്ന ദൈവമക്കൾ, വിശ്വാസികൾ, അവരുടെ പിതാവ് അബ്രാമ. അപ്പൊ ഒരു ചെറിയ ആളല്ല. 3, വേറൊരു വിധത്തിൽ ചിന്തിച്ചാൽ ഇന്ന് ലോകത്തിൽ പാർക്കുന്ന സകല മുസ്ലിങ്ങളുടെയും പിതാവ് എന്നുള്ള ബഹുമതിയും അബ്രാമിന. ഒരു വിധത്തിൽ പഠിച്ചാൽ അവരും പറയും, ഇബ്രാഹിം ഞങ്ങളുടെ പിതാവാന്ന് അവർക്ക് അവകാശമുണ്ട്. അപ്പോൾ ഇന്ന് ലോകത്തിൽ പാർക്കുന്ന മാനവ ജനതയിൽ 4/3 വിഭാഗത്തിന്റെ പിതാവ് എന്നുള്ള ബഹുമതി അബ്രാമിനാണ്. ചെറിയ ആളല്ല. നമ്മുടെ കൂടെ 2 പേര് കൂടെ നിന്നാൽ മതി, നമ്മുടെ തനിനിറം വന്നാലും അറിയാം. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെ. 2 പേര് കൂടെ നിന്നാൽ മതി. പിന്നെ മന്ത്രിനെയോ MLA അങ്ങനെയുള്ള ആൾക്കാർ അല്പം അടുപ്പവും പരിചയമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ചുമ്മാ നിൽക്കുന്നതിന് ഒരം വെച്ച് പോകും. കാശ് ഇച്ചിരി കയ്യിലുണ്ട് പിന്നെ ഒട്ടും പറയണ്ട. എല്ലാവരുടെയും കാര്യമല്ല. എന്നാൽ ഇങ്ങനെ ശ്രേഷ്ഠനായ ഈ മനുഷ്യനോട് ഇടയ്ക്ക് കയറി പറയാം,
ദൈവം സംസാരിച്ചപ്പോൾ അബ്രഹാം പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, പൊടിയും വെണ്ണീറുമായ എന്നോട് സംസാരിപ്പാൻ അവിടത്തേക്ക് തിരുവള്ളം ഉണ്ടായല്ലോ. താൻ അവിടെ പൊടിയും വെണ്ണീറും എന്നൊക്കെ തൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞ്, ഞാനും നിങ്ങളുമൊക്കെ പൊടി ആ വെണ്ണീറാന്ന് പറയും. അതൊന്നും ശരിയായി പറയുന്നതല്ല. പിന്നെ നേരത്തെ ഉള്ളവരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, സാക്ഷി പറയുമ്പോൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അങ്ങ് പറയുക ഏഴയും പൊടിയും വെറുതെ പറയുന്നു. എന്നാൽ അബ്രഹാം പറഞ്ഞത് വളരെ നല്ല നിലയിലാണ് പറഞ്ഞത്. പൊടിയും വെണ്ണീറുമാകുന്ന അടിയോനോട് സംസാരിപ്പാൻ അവിടത്തേക്ക് തിരുവള്ളമുണ്ടായി. അപ്പോൾ അബ്രഹാം അത്രയ്ക്ക് ശ്രേഷ്ഠനായ മനുഷ്യനാണ്. നിങ്ങൾക്ക് വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് എവിടാന്ന് നിങ്ങൾക്കറിയാം. എവിടാ? അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി, അബ്രഹാമിനെ പറ്റി ധാരാളം നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴും ചിലർ പ്രാർത്ഥിക്കും അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നല്ലതാ, അതൊന്നും മുടക്കുമൊന്നും വേണ്ട. എന്നാലും അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് എവിടാ? ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം. അവനോട് ചോദിച്ചാൽ അവൻ അറിയത്തൊന്നുമില്ല. വാക്യം പറഞ്ഞ് റെഫറൻസ് പറഞ്ഞു തന്നോ? പിന്നെ രണ്ടുപേരും ഇടാണ്ട് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? നീ അതിനാന്നാ വന്നിരിക്കുന്നത്? ചുമ്മാ അല്ല സൈഡ് പിടിച്ചിരിക്കുന്ന ഇവൻ. വന്ന ഉടനെ അവിടെ കസാരയിട്ട് പിടിച്ചത് അവർക്ക് നാളെ വരിക എന്ന് ഇവിടെ ഇരുന്നോണം. അപ്പൊ ശ്രദ്ധിക്കുക, അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേറെ പുസ്തകത്തിൽ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26. ഒന്ന് വായിച്ചു. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിൽ അബ്രാം എന്ന വ്യക്തിയെ പറ്റി ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26. ഈ അബ്രാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന്റെ വിളിയെ പറ്റി പരാമർശിക്കുന്ന ഒരു പദം ബൈബിളിൽ, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്നാണ്. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. വായിച്ച യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 51:2. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം പറയട്ടെ, ദൈവം വിളിക്കുന്നതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ഒരു കുടുംബത്തിൽ നിന്നാന്നേലും, ദേശത്തിൽ നിന്നാന്നേലും, നാട്ടിൽ നിന്നാന്നേലും, ഒരു രാഷ്ട്രത്തിന്റെ ഇടയിൽ നിന്നാന്നേലും ദൈവം വിളിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. Praise the Lord. അപ്പോൾ അബ്രഹാമിനെ ഏകനായിട്ട് ദൈവം വിളിച്ചു. ഒന്നുകൂടെ വായിച്ചേ സിസ്റ്റർ ആ വാക്യം. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. അപ്പോൾ അബ്രഹാമിനെ ദൈവം ഏകനായിട്ട് വിളിച്ചെന്ന സ്തോത്രം. അങ്ങനെ പറയാൻ കാര്യം, നിങ്ങൾ ആ ഭാഗമെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. നമ്മളും ഇപ്പോഴൊക്കെ അങ്ങനെ പുസ്തകത്തിലും ചില ഇതിലൊക്കെ വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബം മഹാകുടുംബമാണ്. പേരുമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു പുസ്തകം ഒരിക്കൽ പ്രകാശനം ചെയ്തു. ആ പുസ്തകം ഞാൻ വായിച്ചു. അപ്പോൾ ആ പുസ്തകത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ലൈവ് ഉള്ളതുകൊണ്ട് പറയുന്നില്ല, വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള അയ്യോ സോറി മാനെ കണ്ടില്ല, അവിടോട്ട് വെക്കുകയാണെങ്കിലേ അവിടെ വെച്ചോ.
അപ്പൊ ശ്രദ്ധിക്കുക, ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള ഒരു മഹത്തായ ബൃഹത്തായ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. അപ്പൊ അംഗബലമുള്ള ആൾബലമുള്ള ധാരാളം അംഗങ്ങളുള്ളൊരു മഹാകുടുംബം. ആ കുടുംബത്തിൽ നിന്ന് ദൈവം ഒരുവനെ വിളിച്ചു വേർതിരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കുടുംബത്തിൽ അംഗങ്ങൾ ധാരാളം കാണും. മിടുക്കന്മാരും ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും വിദ്യാനിപുണന്മാരും എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും പ്രൊഫസേഴ്സും ഒക്കെ കാണും. വളരെ നല്ലത്. പക്ഷേ അവർക്കാർക്കും വെളിപ്പെടാത്ത സത്യമാ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. അവരാരും അനുഭവിക്കാത്ത ആത്മീക സന്തോഷമാ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നത്. അവർക്ക് ലഭിക്കാത്ത പദവിയും ഭാഗ്യമാ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ അനുഭവത്തിൽ വന്ന ദൈവമക്കൾ ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എടുത്തോ നീ എന്നെ നിന്നക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. എടുത്തോ നീ എന്നെ നിന്നക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സദനം പ്രിയാതവ നിത്യം പാടും കീർത്തനം ഞാൻ. വാഴ്ത്തിടും സദനം പ്രിയാതവ നിത്യം. ആമേൻ ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ കാത്തതിനാൽ എന്നെ വഴുതാതെ. ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ കാത്തതിനാൽ എന്നെ വഴുതാതെ. എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സദനം പ്രിയാതവ നിത്യം പാടും കീർത്തനം ഞാൻ. വാഴ്ത്തിടും സദനം പ്രിയാതവ നിത്യം പാടും കീർത്തനം ഞാൻ. ശ്രദ്ധിക്കുക, അംഗബലമുള്ള ആൾബലമുള്ള മകത്തായ ബൃഹത്തായ കുടുംബത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. അപ്പോൾ വിളിച്ചത് ഏകനായിട്ട് ദൈവം വിളിച്ചെന്നാണ്. സ്തോത്രം. ഇനി വിളിക്കാനുള്ളതിന്റെ കാരണങ്ങളിൽ ഒരു കാരണം പറയാം. ദൈവം അബ്രഹാമിനെ നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് ഏകനായിട്ട് വിളിച്ചു വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ എന്നെ സേവിക്കും. നെഹമ്യാവ് 9:7 ഒന്ന് വായിച്ചു സഹായിച്ചാട്ടെ. നെഹമ്യാവ് 9:7. സോറി, എനിക്ക് തെറ്റിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അബ്രാമിനെ അവനെ കൽദയ തിരഞ്ഞെടുത്തവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവനെ അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. അപ്പൊ അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവൻ അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. അടുത്തത്, നീ അവന്റെ ഹൃദയം. ശ്രദ്ധിച്ചേ, നീ അവന്റെ ഹൃദയം. ആരുടെ ഹൃദയം? അബ്രഹാമിന്റെ ഹൃദയം. അതാ വായിക്കുന്നത്, നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു എന്ന് പറഞ്ഞാൽ സർവജ്ഞനായ ദൈവം അബ്രഹാമിനെ ഈ കുടുംബത്തിൽ നിന്ന് ഏകനായിട്ട് വിളിച്ചു വേർതിരിക്കാൻ കാര്യം, ദൈവം തമ്പുരാൻ അബ്രഹാമിനെ നോക്കിയപ്പോൾ അവന്റെ ഹൃദയം, അവൻ സ്തോത്രം നോക്കിയപ്പോൾ അവൻ വിശ്വസ്തനാണെന്ന് കണ്ടു. നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അബ്രഹാമിനെ ദൈവം വിളിക്കാൻ നേരത്ത്, അവനെ തെരഞ്ഞെടുക്കാൻ നേരത്ത് ദൈവത്തിന് മനസ്സിലായി, ഈ കുടുംബത്തിൽ നിന്ന് ഇവനെ വിളിച്ചു വേർതിരിച്ചാൽ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നാൽ ഇവൻ ഇട്ടേച്ച് പോകത്തില്ല, വിശ്വസ്തയോടെ എന്നെ സേവിക്കും.
എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, ഞെരുക്കങ്ങൾ വരാം, കടഭാരങ്ങൾ വരാം, നിന്ദകളും ആക്ഷേപങ്ങളും അപമാനങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പലവിധമാകുന്ന വിഷയങ്ങൾ വരാം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ മാനാപമാനങ്ങൾ വരാം, ദുഷ്കീർത്തി സൽകീർത്തി വരാം, ഞെരുക്കങ്ങൾ വരാം, ആരോടും പറയാത്ത തിങ്ങി വിങ്ങുന്ന വിഷയങ്ങൾ ജീവിതത്തെ പിടിച്ച് കുലുക്കിയെന്ന് വരാം. പക്ഷേ ഇട്ടേച്ച് പുറകോട്ട് പോകരുത്, പിന്മാറരുത്, തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, അവൻ നിരാശപ്പെട്ടു പോകരുത്. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിന്റെ ഭാഷയെ പറയുമ്പോൾ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ അങ്ങനൊന്നും ആകരുത്. പട്ടിണി കിടന്നാലും പ്രമാണത്തിന് വേണ്ടി നിന്നോണം. പ്രതികൂലങ്ങൾ വന്നാലും ആമേൻ സ്തോത്രം, ഉപദേശത്ത് മാറ്റമൊന്നും വരുത്തരുത്. പ്രൈസ് ദി ലോർഡ്. ആരെഴുതിയ പാട്ടാന്നൊക്കെ തർക്കം ഉള്ളത് കൊണ്ട് ഇന്ന ആടെ പാട്ടാന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല. കാരണം മൊത്തം തർക്കത്തിൽ ഇത് ഇപ്പം ഓരോരുത്തരെ ചത്ത് കഴിയുമ്പോൾ എൻ്റെ പാട്ടാന്നും പറഞ്ഞാൽ വരുന്നത്. എന്നാൽ ജീവിച്ചിരിക്കുമ്പം എൻ്റെ പാട്ടാന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരുടനെ തെളിവ് തരും. ഞാൻ എഴുതിയത് സന്ദർഭം ഇതിനാണ്. മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം മിക്കവരും പാട്ടുമായിട്ട്. അതുകൊണ്ടിപ്പം തർക്കത്തിന് ഞാൻ മുതിരുന്നില്ല. അതുകൊണ്ട് ആരെഴുതിയാണെന്നൊന്നും ഇപ്പം പാടുന്നില്ല, പറയുന്നില്ല. പക്ഷെ പാട്ടിൻ്റെ വരി നല്ലതാ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നാടം. ഓ കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും നാടം നീടണം. ഏൽപ്പിക്കയിൽ അവൻ ശത്രു കയ്യിൽ തോർപ്പു. ഓ ഏൽപ്പിക്കയിൽ അവൻ ശത്രു കയ്യിൽ തോർപ്പു. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സകലേ. അഴലേറും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കാം, എന്ത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതികൂലങ്ങൾ വന്നാലും പിന്മാറിപ്പോകരുത്. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണം. അപ്പോൾ ഈ മഹാകുടുംബത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ അബ്രാമിനെ ഏകനായിട്ട് വിളിച്ചു വേർതിരിക്കാനുള്ളതിന്റെ കാരണങ്ങളിൽ ഒരു കാരണം ദൈവത്തിന് മനസ്സിലായി, ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തിൽ വേറൊരു കാര്യവും കൂടെ അടങ്ങിയിരിക്കുന്നത്, അബ്രഹാമിന് ഒരു ഹൃദയമുണ്ട്. അതുകൊണ്ടാണെന്ന് എഴുതിയിരിക്കുന്നത് നീ അവൻ്റെ ഹൃദയം. അപ്പോൾ ഒരു ഹൃദയമുണ്ട്. പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം, പിണങ്ങിയാലും കുഴപ്പമില്ല. പെന്തിക്കോസുകാരിൽ ഒരു 80% ആൾക്കാർക്കും ഹൃദയമില്ല. അത് അവരുടെ കുഴപ്പമല്ല. എല്ലാവരും ഹൃദയം കർത്താവിന് കൊടുത്തു. ആരുടെയും കുഴപ്പമല്ല, എല്ലാവരും ഹൃദയം കർത്താവിന്. ചിലര് പറഞ്ഞു കേട്ടില്ല, ഞാൻ 80കളിൽ എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തു. ഈ ഹൃദയം കർത്താവിന് കൊടുത്തിരിക്കുന്നതിന്റെ തെളിവ് കാര്യങ്ങള് ചെയ്യുമ്പോൾ മനസാക്ഷിയില്ലല്ലോ. ഹൃദയത്തിന് കുത്തല് വരുന്നില്ല. സ്വന്തം ചേട്ടനും അനിയനും അതിന് തർക്കം ഉണ്ടാക്കുക. രണ്ടുപേരും പെന്തിക്കോസില. കാരണം അവരുടെ കുഴപ്പമില്ല, രണ്ടുപേരും ഹൃദയം കർത്താവിന് കൊടുത്തു. മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കാതെ അവരെ അന്വേഷിക്കാത്ത ധാരാളം പെന്തിക്കോസുകാരുണ്ട്. നമ്മുടെ അവിടുത്തെ സ്ഥലത്തിൻ്റെ പേരെന്നാ, കുമ്പനാട്ട്, ഓ ഇല്ലെന്ന് ആൾക്കാരെ കൊണ്ടിടുന്ന ആശ്വാസഭവൻ, ഗിൽഗാല്. ഗിൽഗാല് സ്വന്തം സഹോദരങ്ങളെ, മാതാപിതാക്കളെ അവിടെ കൊണ്ടിട്ടിരിക്കുക. അവര് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, നല്ലത്.
കാരണം മറ്റു കാര്യമില്ല, കുഴപ്പമൊന്നുമില്ല. ഹൃദയം ഇല്ല, ഹൃദയം കർത്താവിന് കൊടുത്തു. കൂട്ടുവിശ്വാസിയെ ചതിക്കുകയും വാഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. കുഴപ്പമാണെന്ന് പറയുന്നില്ല, ഹൃദയം കർത്താവിന് കൊടുത്തു. കൂടെ ആരാധിക്കുന്ന വിശ്വാസിക്ക് 1 സെന്റ് ഭൂമിയില്ല, കയറി കിടക്കാൻ ഇടമില്ല. അപ്പൊ തന്നെ കൂടെ ആരാധിക്കുന്ന സഹോദരന് 5 ഏക്കറും 10 ഏക്കറും വസ്തുവുണ്ട്. ഒത്തിരി ഒന്നും കൊടുക്കണ്ട, കുടുംബമായിട്ട് ആലോചിച്ചേച്ചേ. നമ്മുടെ സഭയിൽ വരുന്ന ആ സഹോദരന് ആ സഹോദരി അവർക്ക് കയറി കിടക്കാൻ ഇടമില്ല. നമുക്ക് 3-4 ഏക്കർ വസ്തുവുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒത്തിരി കൊടുക്കണ്ട, 5 സെന്റ് സ്ഥലം. അപ്പോൾ ചോദിക്കും, പാസ്റ്റേ കൊടുത്തിട്ടുള്ളവരെ ഞങ്ങൾക്കറിയാം, ധാരാളം പേരുണ്ട്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 80% പറഞ്ഞത് മറന്നു പോകരുത്. തുടക്കത്തിലേ ഞാൻ പറഞ്ഞല്ലേ, കേട്ടില്ലേ? ആ, നമ്മുടെ പെണ്ണുകരയിലെ കുഞ്ഞപ്പിച്ചായനെ ആ നിലയിൽ ചില കാര്യങ്ങൾ ചെയ്തു. നിലമ്പൂരിലെ നമ്മുടെ NM രാജുവിൻ്റെ ജ്യേഷ്ഠൻ്റെ ബന്ധുക്കാർ, അവരും നമ്മുടെ നിലമ്പൂർ, അവരാ കാര്യം ചെയ്തു. അറിവിൽപ്പെട്ട 1-2 പേരുടെ കാര്യമാണ്. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി വന്ന് 3 ദൈവദാസന്മാർക്ക് 5 സെന്റ് സ്ഥലവും കൂടെ കൊടുത്തു. അതിനും ദൃക്സാക്ഷി ഞാനാ. അങ്ങനെയുള്ള ദൈവമക്കളുണ്ട്. അല്ല, അപ്പോൾ 20% ആൾക്കാർക്ക് ഹൃദയം നിങ്ങൾ 80% ഹൃദയം ഇല്ല. അവരുടെ കുഴപ്പമല്ല, അവരെല്ലാം ഹൃദയം കൊരങ്ങൻ പണ്ട് മുതലയോട്ട് പറഞ്ഞതുപോലെ, അറിയാമല്ലോ, സ്കൂളിൽ പഠിച്ചാന്നല്ലോ. മുതലച്ചിക്ക് അസുഖം വന്നപ്പം പറഞ്ഞു, കൊരങ്ങൻ്റെ ഹൃദയം നല്ലതാണ്. അത്തിമരത്തിൻ്റെ കീഴ് വന്നപ്പം കുരങ്ങൻ ചോദിച്ചു, എന്നാ ഇന്ന് വിശേഷം? അയ്യോ, പുള്ളിക്കായിരിക്കും, ഒന്ന് കാണണം. ചാടി മുതലയുടെ പുറത്ത് കയറി പുഴയെ കൂടെ പോവുക. പുഴയുടെ നടുക്കായപ്പം മുതല പറഞ്ഞു, നിൻ്റെ ഹൃദയം എൻ്റെ പെമ്പളയ്ക്ക് കൊടുക്കാൻ. അപ്പം മുതലയുടെ പുറത്തിരുന്ന് കുരങ്ങൻ പറഞ്ഞ്, അയ്യോടി, എന്നാൽ പിന്നെ അത് നമ്മൾ അത്തിയുടെ ചോട്ടിൽ നിന്ന് പോന്നപ്പോൾ പറയണ്ടേ? ഞാൻ വെളിയിലോട്ട് പോകുമ്പം ഹൃദയം കൊണ്ടുപോവുകയല്ല, ഹൃദയം അത്തിയുടെ മേളി വെച്ച് കെട്ടിക്രമപ്പെടുത്തി വെച്ചാൽ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഹൃദയം അവിടെ ഇരിക്കുക. പുഴ കിടക്കുന്ന മുതലേക്ക് ബോധം വല്ലതും ഉണ്ടോ? മുതല പറഞ്ഞ്, എന്നാൽ നമുക്ക് തിരിച്ചു പോയി എടുത്തുകൊണ്ട് വരാം. എന്നാൽ തിരിച്ചു വിടാൻ പറഞ്ഞു. 2 പേരുടെ അത്തിയുടെ കീഴിൽ വന്നപ്പം കുരങ്ങൻ ചാടി കയറി ചോദിഞ്ഞ് പോയേട്ടെന്ന് പറഞ്ഞു. സ്കൂളിൽ നിങ്ങൾ പഠിച്ച് കാണുകയല്ല, സ്കൂളിൽ പഠിച്ചല്ലേ? പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ഇരിക്കുന്നു. സ്കൂളിൽ പഠിച്ച അതിൻ്റെ പടവും ഉണ്ടായിരുന്നു ഇല്ലേ? മുതലയുടെ പുറത്ത് കുരങ്ങൻ, ഒരു അത്തി ആറ്റിലോട്ട് ഞാൻ കിടക്കുന്നതും. 2-ലാന്നോ 3-ലാന്നോ, അപ്പം ഞാൻ 3-4 ക്ലാസ് പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, അത് മതി. ചില പറഞ്ഞ ഒട്ടും ബോധമില്ലെന്നാ, 3-4 ക്ലാസ്സൊക്കെ പോയതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഇവിടെ പേരും പ്രശസ്തി, സ്ഥാനവും മാനവും, അങ്ങാടിയിൽ വന്നനോ പള്ളിയിൽ മുഖ്യാസനവും ആൾക്കാരെല്ലാം റബി, റെബുനി, ഡോക്ടർ, റവറന്റ് എന്നൊന്നും വിളിച്ചില്ലെങ്കിലും, സെൻട്രൽ പാസ്റ്റർ, കൗൺസിൽ മെമ്പറാ, സെക്രട്ടറിയാ, പ്രസിഡന്റാ, കുന്തവാ, ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും, നോട്ടീസിൽ പേരൊന്നും വന്നില്ലെങ്കിലും, ചാനലിനകത്ത് എപ്പോഴും കാണുന്നില്ലെങ്കിലും, നിങ്ങളെ ആരും അറിയുന്നില്ലെങ്കിലും, ഈ കൊടുങ്ങൂരുള്ള ആർക്കും നിങ്ങളെ മനസ്സിലാകുന്നില്ലെങ്കിലും, നിങ്ങളെ ആരും ബഹുമാനിക്കുന്നില്ലെങ്കിലും, നിങ്ങൾ ചെല്ലുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, വേണ്ട. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ
അവർ രക്ഷപ്പെടും, അവരുടെ സന്തതിക്ക് ഒരു ദോഷം വരികയില്ല. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു. നിശ്ചയം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിർമ്മല ഹൃദയത്തോട്, ശുദ്ധ ഹൃദയത്തോട്, നല്ല ഹൃദയത്തോട്, പരമാർത്ഥ ഹൃദയത്തോട്, ഏകാഗ്ര ഹൃദയത്തോട് നീ ദൈവത്തെ ഭജിക്കുന്നെങ്കിൽ നിനക്കും നിന്റെ സന്തതിക്കും ദൈവം നല്ലവനാണ്. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം ആദാൽ നല്ലവനതിനൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം ആദാൽ നല്ലവനതിനൊരു വാദം. എന്നാൽ ദുർമതികൾ ദുഃഖികളെ പ്രിയനുള്ളം തുല്യം. എന്നാൽ ദുർമതികൾ സുഖികൾ ഭൂമതിലിടറിയ ഉള്ളം തുല്യം. അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ? ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയത് വ്യർത്ഥം, തീരവ്യർത്ഥം. ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയത് വ്യർത്ഥം, തീരവ്യർത്ഥം. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നമ്മുടെ കർത്താവും മോനെ ഇങ്ങോട്ട് ജെയ്സനെ തന്നെ നോക്കിയിരിക്കുക. മോന് ഇഷ്ടമായി ഇങ്ങനെ അല്ലയോ? ദൈവം അങ്ങനെ താല്പര്യമുണ്ട്, പഠിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് എന്നാലും എന്നെയും കൂടെ ഒന്ന് നോക്കണം. അല്ല, കുഞ്ഞ് ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ച് വേണം അവരെ ആത്മീയത്തിൽ സ്തോത്രം. അത് താല്പര്യമാണ്, അത് പഠിക്കണം. പഠിച്ച് സെക്കുലർ പഠിത്തവും വേണം, ഇതും പഠിക്കണം. പഠിച്ച് മിടുക്കനായി കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ കർത്താവിന് വേണ്ടി നിന്നോണം. നമ്മുടെ അജിയുടെ മോനാണ് നല്ലല്ലോ. ആ പാസ്റ്ററുടെ മോനാ. കണ്ണൻ്റെ മൂട്ടി കാളി ഉണ്ടാകുക. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയം ഒരു നല്ല ഹൃദയമായിരിക്കണം. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞേ, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാ ദൈവത്തെ കാണുന്നത്. അതെ, നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, കരുതുവാൻ, ആദരിപ്പാൻ, സ്തോത്രം, മറ്റുള്ളവന്റെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കാൻ, ഇയ്യോബിന്റെ സ്നേഹിതന്മാര് പറഞ്ഞതുപോലെ സഹതപിപ്പാൻ, ചെന്നിരിക്കാൻ ഒക്കെ നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ സൂക്ഷൻ രക്ഷപ്പെട്ടു. ഹൃദയത്തെ പറ്റി പ്രസംഗിക്കുന്നതിൽ നല്ലത് നല്ലൊരു ഹൃദയമുള്ളതാണ്. നല്ലൊരു ഹൃദയം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിക്കാൻ വരുന്ന ദൈവദാസന്മാർക്ക് ഞാൻ ഉൾപ്പെടെ, അല്ലെ ഈ യോഗങ്ങളിൽ സംസാരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു നല്ല ഹൃദയം ഉണ്ടാകട്ടെ. ദൈവം അതിനെ കൃപ ചെയ്യട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, അബ്രഹാമിനെ ദൈവം വിളിക്കാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ദൈവത്തിന് മനസ്സിലായി ഈ കുടുംബത്തിൽ നിന്ന് ഇവനെ ഏകനായിട്ട് വിളിച്ചു വേർതിരിച്ചാൽ, ഒന്ന്, ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. രണ്ട്, നല്ല ഹൃദയമുണ്ട്.
ധാരാളം കാര്യമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ആ ഭാഗം വിടാം. 3, അബ്രഹാമിനെ വിളിക്കാനുള്ളതിൻ്റെ മൂന്നാമത്തെ ഒരു കാരണം, ആ പശ്ചാത്തല ഭാഗം പഠിച്ചാൽ അബ്രഹാം കൽദായ ജാതിയ. നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ കൽദായ ജാതിയുടെ വിശേഷതകൾ പലതുണ്ട്. അതെല്ലാം ഇപ്പോൾ എടുക്കുന്നില്ല. ഒരു പ്രയോഗം മാത്രം പറയാം. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദായരെ വരുത്തുവന്ന. അപ്പൊ കൽദായ ജാതിയുടെ ഒരു വിശേഷത ഉഗ്രതയും വേഗതയും, നല്ല സ്പീഡപ്പാ. അപ്പം ദൈവത്തിന് മനസ്സിലായി, ഈ ചതഞ്ഞേന്ന് കിടക്കുന്നവന്റെ കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ വിളിക്കുന്നതിലും നല്ലത് അല്പം ആക്കവും തൂക്കവും ഒരുക്കവും താല്പര്യവും ഒരു ചടുലതയും തീക്ഷ്ണതയും ഊശിരും ഉന്മേഷമുള്ളവന്റെ കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ വിളിച്ചാൽ പ്രയോജനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മീക വിഷയത്തിലൊരു തീക്ഷ്ണത ഉണ്ടായിരിക്കണം. സാധാരണ ദൈവദാസന്മാരൊക്കെ ഇപ്പൊ പിന്നെ പാട്ടുകാരുള്ളത് കൊണ്ട് കുഴപ്പമില്ല, അവർ അത് കോൺട്രാക്ട് ബേസിൽ അവർ പാടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പണ്ടൊക്കെ സഭായത്തിന് അങ്ങനെ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്നതെന്ന് പറയും, നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ അന്നേരം പാടുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ചെന്ന പാസ്റ്റർമാർ പറയും ഒരു പാട്ട് പാടിയാട്ട്, ആരും മിണ്ടുക. പിന്നെ പാസ്റ്ററും നോക്കി വെച്ചു ഒരു പാട്ട് പാട്, എന്നാലും പാടുക. പിന്നെ ഏതെങ്കിലും ഒരു പാട്ട് ആരെങ്കിലും പാടും, അത് എല്ലാം പരുവക്കേടുമായിരിക്കും. ഈ ചിലർക്ക് ആ വിഷയം ഞാൻ പറയത്തില്ല. അവന് അവിടെ നിന്ന് ചിരിക്കുന്നത് വേറൊരു വിഷയം ഉണ്ടതാ, അത് ഇന്ന് ഞാൻ പറയത്തില്ല. നീ ഓർത്ത് ഞാനിപ്പോൾ അത് പറയുമെന്നാണ്. വേറെ വിഷയമുണ്ട്, ഞാൻ നാളെ പറയാം. ഈ ചിലർക്ക് ഇതിനെപ്പറ്റി വലിയ വെളിവൊന്നുമില്ല. ഇവരൊരു 3-4 പാട്ട് പഠിച്ചിട്ടുണ്ട്. അത് സകല യോഗത്തിനും അതാ. ഈ 4 എണ്ണം വിട്ട ഈ യോഗം ആരംഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതം പാടണം. അതിൻ്റെ ഓർഡർ അതാണ്. അതിന് ആ പാഠപുസ്തകത്തിനകത്ത് ചില പുസ്തകത്തിൽ കിടമ്പോൾ യോഗാരംഭ ഗീതങ്ങൾ അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ തലക്കെട്ടുണ്ട്, അത് പാടണം. ഇന്നാളൊരു യോഗത്തിന് ചെന്നപ്പോൾ, ഇന്നാളല്ല കുറച്ചേറെ നാളായി ചെന്നപ്പോൾ യോഗം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പാട്ടുകാരിൽ ഒരാൾ പാടുക, എൻ്റെ യോഗം തുടങ്ങുക. തീരുന്ന സമയത്താന്നെ പിന്നെ അവർക്ക് യോഗം കഴിയുമ്പോൾ എന്തെങ്കിലും കാണുമെന്നാൽ പിന്നെ അത് വെച്ചങ്ങ് അറിയത്തില്ല, എല്ലാം കൊയറാണ്. ഒരു യോഗം ആരംഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതം പാടണം. സഭായോഗത്തിനും അങ്ങനെ തന്നെ. സഭായോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതം പാടണം. ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന എത്ര നല്ല പാട്ടുകളുണ്ട്. എല്ലാവർക്കും കൂടെ ചേർന്ന് പാടാൻ പറ്റുന്ന, നീ കുത്തിയിരുന്ന് ഇപ്പം ഞങ്ങൾക്ക് ഞെരടി എഴുതുകയൊന്നും വേണ്ട, നല്ല ഭക്തന്മാരെഴുതിയ നല്ല പാട്ടുകൾ. സാധാരണ നമ്മൾ പഴയ പെന്തിക്കോസിലൊക്കെ അങ്ങനെ, പെന്തിക്കോസുകാർ ഇപ്പോഴും ഉണ്ട് ചിലർ, യോഗാരംഭ ഗീതങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന 2 എണ്ണം പറ. അതൊക്കെ നല്ല പാട്ടുകളാണ്. അത് ദയ ലഭിച്ചോരെന്ന് പിന്നെ തിരുത്തിയതാ, ജയമെടുത്തോരെന്ന എഴുതിയ പുള്ളി എഴുതിയത്. പിന്നെ നമ്മുടെ ഇടയിലും ചില എല്ലാം പണ്ഡിത ശിരോമണികളുണ്ടല്ലോ, പോട്ടെ, എന്നാലും നല്ല പാട്ടാണ് അത്. സ്തുതി ചെയ്യുമനമേ, സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേൻ മനുവേലനെ, പിന്നെ വന്ദനമേശു പര, വന്ദനമേശു രക്ഷകനെ നായകനെ, നല്ല നല്ല പാട്ടുകളുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ നമ്മൾ സഭായത്തിന് എന്നാൽ ഇവർ പാടുന്ന കേട്ടാൽ നമുക്കൂടെ അങ്ങ് ബുദ്ധിമുട്ട് വരും, അതറിയത്തില്ല. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, സന്ദർഭം വന്നതുകൊണ്ട്. പോട്ടെ, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആമേൻ. നമുക്ക് ഒരു ദോഷവും വരികയില്ല. അപ്പോൾ ആത്മീക വിഷയത്തിൽ ചൂടും ചുണയും വേണം.
അതെ, അപ്പോൾ അബ്രഹാമിനെ ദൈവം ഈ കുടുംബത്തിൽ നിന്ന് വിളിക്കാനുള്ളതിന്റെ ഒരു കാരണം, അബ്രഹാമിന് ആമൻ സ്തോത്രം വിളിച്ചു വേർതിരിച്ചാൽ, ഒന്ന്, ഇവൻ വിശ്വസ്തയോടെ എന്നെ ഭജിക്കും. രണ്ട്, ഒരു നല്ല ഹൃദയം അബ്രഹാമിന് ഉണ്ട്. മൂന്ന്, ഇവനെ വിളിച്ചു വേർതിരിക്കാനുള്ളതിന്റെ മൂന്നാമത്തെ കാര്യം, ചൂടും ചുണയോടെ കാര്യങ്ങൾ ചെയ്യും. കാരണം കൽദയ ജാതി ഉഗ്രതയും വേഗതയുമുള്ള ജാതിയാ, ആരെയും കൂസുന്ന മണ്ടുന്ന ജാതിയല്ല എന്ന് പറഞ്ഞാൽ ആത്മീകത്തിൽ തീഷ്ണതയോട് ഇവൻ നിൽക്കും. Praise the Lord. അങ്ങനെയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചത്. അപ്പൊ ഈ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞ്, നീ ചില കാര്യങ്ങൾ വിടാൻ പറഞ്ഞു. 3 കാര്യം വിടാൻ പറഞ്ഞു. ദേശം, ചാർച്ച, പിതൃഭവനം. അബ്രഹാം ഇത് വിട്ട് പുറപ്പെടാൻ ദൈവം പറഞ്ഞു. അബ്രഹാം എല്ലാം ഒന്നും പൂർണ്ണമായിട്ടും വിട്ടില്ല. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. ആ ഭാഗം പഠിക്കുമ്പോൾ അബ്രഹാം ദേശത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. പക്ഷെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ ഒന്നും വിട്ടിട്ടില്ല. ചാർച്ചക്കാരുടെ പ്രതിനിധിയായിട്ടാ ലോത്ത് കൂടെ നിൽക്കുന്നത്. പിതൃഭവനത്തിന്റെ പ്രതിനിധിയായിട്ട് ഹാരാൻ വരെ ആമൻ അപ്പനും ഉണ്ടായിരുന്നു. ഹാരാൻ എന്ന വാക്കിന്റെ ഒരർത്ഥം വരൾച്ച. ചിലരുടെ ജീവിതത്തിലെ വരൾച്ച മാറുന്നില്ല. അതിനൊരു കാരണം പറയാം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക. നിന്റെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ വരൾച്ച മാറാത്തതിൻ്റെ കാരണം, ആമൻ വിടേണ്ടത് വിടാതെ ആമന് സ്തോത്രം ചെല്ലേണ്ട സ്ഥലത്ത് നമ്മൾ ചെല്ലണം. ഇടയ്ക്ക് താവളമടിച്ചാൽ ആമൻ വരൾച്ച മാറുകയില്ല. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. അബ്രഹാമിന്റെ വിളി ശ്രേഷ്ഠമാണ്. അങ്ങനെ ഇറങ്ങി യാത്ര ചെയ്തു. ഇനി ആ 11-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള തിരുവെടുത്ത് വായിച്ചേ. 11:26 മുതൽ. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ തേരഹിന് 70 വയസ്സായപ്പോൾ അബ്രാം, നാഗോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. അടുത്തത് തേരഹിന്റെ വംശപാരമ്പര്യം ആവിത് തേരഹ് അബ്രാമിനെയും നാഗോറിനെയും ഹാരാനും ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. അടുത്തത് എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായ ഊര് വെച്ച് തന്റെ അപ്പനാകുന്ന തേരഹിന് മുന്നേ മരിച്ചുപോയി. അടുത്തത് അബ്രാമും നാഹോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. അടുത്തത് ഇവൾ മിൽക്കായുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. അടുത്തത് സാറായി മച്ചിയായിരുന്നു, അവർക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. അടുത്തത് തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായെ കൂട്ടിക്കൊണ്ട് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. ഈ യാത്രയിൽ വരൾച്ച വരാൻ കാര്യം, യാത്ര പുറപ്പെട്ടു. അങ്ങനെ അവർ, അടുത്ത പദം കൊണ്ടൊന്ന് വായിച്ചു, അങ്ങനെ അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. അപ്പൊ ശ്രദ്ധിക്കുക, ഹാരാൻ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം വരൾച്ച. വിളി കേട്ട് ഇറങ്ങിയ അബ്രഹാം ഇപ്പൊ എവിടാ വന്ന് പെട്ടിരിക്കുന്നേ? ഹാരാൻ. വാക്കിന്റെ അർത്ഥം വരൾച്ച. അപ്പൊ അങ്ങനെ മറുപടി പറയണം. എന്നോട് അർത്ഥം വെച്ച് മറുപടി പറയണം. ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി യാത്ര ചെയ്തവൻ ഇപ്പം വന്ന് പെട്ടിരിക്കുന്നത് വരൾച്ചയ്ക്കകത്താ. വരൾച്ച. അതിനാ കാരണം. ആരാ വിളിച്ചത്? ഏത് ദൈവം? ഏത് ദൈവം? ഉറക്കം പറ. നിങ്ങൾ ആലോചിക്കുക, ഇത് ആരുടെ പേരാ ഇപ്പൊ പറയേണ്ടെന്നായിരിക്കും. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ.
ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 10 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. 10 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേ ഉള്ളൂ. സർവജ്ഞനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. നിത്യനായ ആമൻ സർവജ്ഞനായ സർവശക്തനായ നിത്യദൈവം. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെ, തേജോമയനായ ദൈവം. അങ്ങനെ നിങ്ങൾ അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ സഹോദരി മൈക്ക് കൂടെ വായിച്ച് സഹായിച്ചാട്ടെ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾക്കുവീൻ. നമ്മുടെ പിതാവായ സ്തേവാനോസിന്റെ പ്രഥമ പ്രസംഗം അങ്ങോട്ട് തുടങ്ങുക. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപ് മെസൊപ്പൊട്ടോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം മതി. അപ്പൊ അബ്രഹാമിനെ വിളിച്ചത് ആരാ? ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ തേജോമയനായ ദൈവം. അവിടുന്ന് തേജോമയനാ. നമ്മളതുകൊണ്ട് ദൈവത്തിന് തേജസ് ഒന്നും ഉണ്ടാക്കി ദൈവത്തിന് പൗഡർ ഇടിക്കൊന്നും വേണ്ട. കുട്ടിക്കൂറ പൗഡർ ദൈവത്തിന് എന്തിനാടാ കുട്ടിക്കൂടാ? പണ്ട് കടന്നുപോയ നയനാർ ചോദിച്ച പോലെ ദൈവത്തിന് എന്തിനാ ഭാറാവുകാരൻ? ചോദിച്ചല്ലയോ ദൈവത്തിന്? യേശുവിൻ്റെ കൈയിരിക്കുന്നതിൻ്റെ മേളിലൊരു കമ്പി വെച്ച് അവിടെ വെച്ചിരിക്കുക കാന്തം. അതിന് ആദ്യത്തെ ഇടി യേശുവിനെ ഏക്കരുതെന്ന്. തുലാമഴയ്ക്കൊക്കെ അതിന് മുന്നേ ഇടി വെട്ടുവേ. അതിന് യേശുവിൻ്റെ തലയുടെ മണ്ടേ കാന്തം. അതിന് അവറാച്ച യേശുവിന് ഇടിയാച്ചേക്കാൻ സാധ്യത. ഞങ്ങളുടെ ആനണി സാർ പണ്ട് നമ്മുടെ ചാനാശ്ശേരി നൂണ്ടിയാലും കടന്നുപോയ ആനണി സാർ പണ്ട് പറയായിരുന്നു പരിശോധന, ഇടിവെട്ടിക്കുന്ന ദൈവത്തിന് എന്തിനാണ് നിന്റെ വെടി? ദൈവത്തിന് 2 വെടി. ദൈവത്തിന് ആരും തേജസ് ഒന്നും ഉണ്ടാക്കണ്ട. അവിടുന്ന് തേജോമയനാ. ദൈവത്തിന് ആരും കൊണ്ട് വിളക്കം കത്തിച്ച് വെക്കണ്ട. അവിടുന്ന് വെളിച്ചമാണല്ലോ. സ്തോത്രം സ്തോത്രം. ദൈവത്തിന് ആരും കൊണ്ട് തുണിയും കൊടുക്കണ്ട. അയ്യോ ദൈവം തുണിയില്ലായിരിക്കുക, എന്നാ 3-4 മീറ്റർ തുണി. അവിടുന്ന് തേജോമയനല്ലേ. പിന്നെ നമ്മുടെ ചില ആൾക്കാർ ചില പ്രസംഗിച്ച് വരുമ്പോൾ ചില പ്രയോഗം പറയുമ്പോൾ നമുക്കും ചിലപ്പോൾ തോന്നിപ്പോകും പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് വസ്ത്രമൊന്നും ഇല്ലെന്നാ നമുക്ക് തോന്നും. ചില പറയുന്നില്ലേ, ഇന്ന് രാത്രിയിൽ തേജോമയനായ ദൈവം തേജസ് വാരി ചുറ്റി നമ്മുടെ നടുവിൽ. ഇപ്പോൾ ഞങ്ങളുടെ യോഗത്തിന് പോയപ്പോൾ ഇതെല്ലാം അഴിഞ്ഞു പോയി. പുള്ളി സമയം പോകണ്ട, എല്ലാം കൂടെ വാരി ചുറ്റി പെട്ടെന്ന് ഇങ്ങോട്ട്. അല്ല, എനിക്ക് അങ്ങ് തോന്നിപ്പോകെ, എൻ്റെ അജ്ഞത കൊണ്ടാണോ എന്നറിയത്തില്ല. ദൈവം തേജസ് വാരി ചുറ്റി നമ്മുടെ നടുവിൽ കൂടെ. കാരണം നേരത്തെ ഏതോ യോഗത്തിന് പോയപ്പോൾ പുള്ളിയുടെ തുണിയെല്ലാം തേജസ് എല്ലാം പോയി. പിന്നെ സമയം പോകേണ്ട, പുള്ളിയെല്ലാം കൂടെ വാരി ചുറ്റി. ഞങ്ങൾ അല്പം വൈകിയത് ഇതെല്ലാം ഇണക്കാൻ. നാളെ വരികയല്ലേ നീ? നാളെ കാണുകയല്ലേ? ആരും വരികയല്ലേ? അപ്പം നാളെ ഇടയ്ക്ക് വന്ന് കയറി ഒപ്പിക്കുകയല്ല. ഇതൊക്കെ ഇവിടെ തന്നെ മിക്കാറും വെക്കും, അല്ലെങ്കിൽ നേരത്തെ വരും. ഇന്ന് നിങ്ങളൊന്ന് ക്ഷമിക്കണം, ഇപ്പം വൈകിപ്പോയത് കൊണ്ടാണ്. നിങ്ങൾ ചിന്തിക്കരുത്, നല്ല അന്തരീക്ഷത്തിലായിരുന്നു എല്ലാം കൂടെ കയറി വന്നതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച്. ഒന്ന് ക്ഷമിക്കുക, നാളെ ആവർത്തിക്കുകയല്ല ദൈവം അനുവദിച്ച. അവിടുന്ന് തേജോമയനായ ദൈവമാണ്. നാം സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ മഹിമയ്ക്ക് വ്യത്യാസം ഉണ്ടാകുകയല്ല. നാം ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും അവിടുത്തെ പ്രഭയ്ക്കൊരു കുറവും വരികയല്ല. നാം സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും അവിടുന്ന് തേജോമയം തന്നെ.
ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല. നിത്യനായ ദൈവം, സർവശക്തനായ ദൈവം, ഏകനായ ദൈവം, മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, സർവജ്ഞനായ ദൈവം, സർവശക്തനായ ദൈവം, അവിടുന്ന് സർവ്വവ്യാപിയായ ദൈവം, സർവത്തെയും നിയന്ത്രിക്കുന്നവൻ, സർവത്തെയും ഭരിക്കുന്നവൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാ. നിന്നെ വിളിച്ച ദൈവം തേജോമയനായ ദൈവമാ. നിന്നെ രക്ഷിച്ച ദൈവം തേജസ്സുള്ള ദൈവമാ. നിനക്കല്പ തേജസ് കുറഞ്ഞാലും നിന്നെ വിളിച്ച ദൈവം തേജസ്സുള്ള ദൈവമാ. നിനക്കല്പം പരിജ്ഞാനം കുറവാന്നേലും നിന്നെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ളവനാ. പത്രോസ് പറയുക, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവന് പക്വതയ്ക്ക് വേണ്ടിയതല്ല നിനക്ക് ദാനം ചെയ്തിരിക്കുക. നിനക്ക് പരിജ്ഞാനക്കേടുണ്ടെങ്കിലും വിളിച്ച ദൈവം പരിജ്ഞാനമുള്ളവനാ. നിനക്ക് അറിവുകേടുണ്ടെങ്കിലും നിന്നെ വിളിച്ച ദൈവം അറിവുള്ള ദൈവമാണ്. പാട്ട് തെറ്റുകാന്നേ ക്ഷമിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് ശീല പാട്ട് പാടും. വിരോധമുണ്ടോ? അറിവുകേടുകൾ അധികമുണ്ടെന്നിൽ, അറിഞ്ഞു നീ നിന്നരികിൽ എന്നെ ചേർത്തണേക്കണേ. അറിവുകേടുകൾ അധികമുണ്ടെന്നിൽ, അറിഞ്ഞു നീ നിന്നരികിൽ എന്നെ ചേർത്തണേക്കണേ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രാമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രാമേ. സേനയാലല്ല സ്നേഹത്താലത്രേ ജയകിരീടം അണിഞ്ഞു വാഴും രാജൻ നീയല്ലോ. സേനയാലല്ല സ്നേഹത്താലത്രേ ജയകിരീടം അണിഞ്ഞു വാഴും രാജൻ നീയല്ലോ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രാമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രാമേ. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ശരിക്കു തീരും എൻ വിഷാദം അന്നു മാത്രമേ. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ശരിക്കു തീരും എൻ വിഷാദം അന്നു മാത്രമേ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രാമേ, സ്തോത്രം സ്തോത്രം എന്നും. അറിവുകേടുകൾ അധികമുണ്ടെന്നിൽ, അറിഞ്ഞു നീ നിന്നരികിൽ എന്നെ ചേർത്തണേക്കണേ. അറിവുകേടുകൾ അധികമുണ്ടെന്നിൽ, അറിഞ്ഞു നീ നിന്നരികിൽ എന്നെ ചേർത്തണേക്കണേ. സ്തോത്രം സ്തോത്രം എന്ന് സ്തോത്രാമേ, സ്തോത്രം സ്തോത്രം എന്ന് സ്തോത്രാമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രാമേ, സ്തോത്രം സ്തോത്രം എന്ന് സ്തോത്രാമേ. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് അറിവുകേടുണ്ടെങ്കിലും വിളിച്ച ദൈവത്തിന് ഒരറിവുകേടുമില്ല. നമുക്ക് പരിജ്ഞാനക്കുറവുണ്ടെങ്കിലും വിളിച്ച ദൈവത്തിന് ഒരു പരിജ്ഞാനക്കേടുമില്ല. ഈ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ഒരു തെളിവ് ഒത്തിരി ഉണ്ട്. എനിക്ക് വലിയ അറിവ് ജ്ഞാനം ഒന്നുമുള്ള ആളല്ല. അപ്പോൾ എൻ്റെ എളിയ അറിവ് വെച്ചാണ് പറയുന്നത്. ചിലപ്പം നിങ്ങൾ ഉൾക്കൊള്ളുമോ എന്നറിയത്തില്ല. ദൈവത്തിൻ്റെ പരിജ്ഞാനം ഈ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. എണ്ണി തിട്ടമെടുത്തവരുടെ കണക്ക്. എണ്ണത്തിൽപ്പെടാത്ത ധാരാളം ആൾക്കാരുണ്ട്. എത്ര പേരുടെ പേരാ? അല്ല, ഇന്ന് പാട്ട് കൂടാ മിക്കവാറും. പാട്ട് പാടുമ്പം ആൻസർ പറയണം എത്ര പേരുണ്ടെന്ന്. 600,000 ആയോരു കൂട്ടത്തെ ചിറകിൽ വാങ്ങിച്ചവൻ കൂടെ ഉണ്ട്. 600,000 ആയോരു കൂട്ടത്തെ ചിറകിൽ.
എത്ര ആൾക്കാർ? വാക്യം കണ്ടല്ലയോ? ഞാൻ കണ്ട് തപ്പിയെടുക്കുന്നത്. മിടുക്കൻ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ കാനാള് തന്നെ പുരുഷന്മാരെല്ലാം കൂടെ 6 ലക്ഷം. പിന്നെ പെണ്ണും പെടക്കോടിയും പെറുങ്ങണിയും എല്ലാം കൂടെ 30 ലക്ഷം ഒന്നും അല്ല, ഇഷ്ടം പോലെ. എൻ്റെ ഭാഷ പറഞ്ഞ 30, 50 ഒന്നും ആയിരിക്കുകയല്ല. ആണോ? യോടി ന്യായമായൊരു കണക്കെടുത്ത് പുരുഷന്മാർ തന്നെ 6 ലക്ഷം. പഴയ കണക്കാന്ന എണ്ണം കൂടും. ഒരു പുരുഷൻ ഒരു ഭാര്യയെ വെച്ച് കൂട്ടപ്പോൾ എത്രയാ? അന്ന് ഒന്ന് വെച്ചാന്നോ? അന്നത്തെ കാലത്ത് നല്ല ചേലായി. അല്ല, ഒന്ന് വെച്ചങ്ങ് കൂട്ട്. അങ്ങനെ ആകുമ്പോൾ തന്നെ 12. ഇന്നത്തെ കണക്കനുസരിച്ച് 2 പിള്ളേരെ വെച്ച് കൂട്ടിക്കേ. സ്തോത്രം. അന്ന് 2 ആന്നോ? ചേലായി. ഒരുത്തിന് 70 പിള്ളേരെന്ന് എഴുതി വെച്ചേക്കുന്നു. അതൊക്കെ കൂട്ടിയാ ഇവിടെ എങ്ങും എരുപാൻ്റെ 70 പിള്ളേരെ കൊന്നെന്നാ. ആ കണക്ക് വെച്ച് നോക്കിയാൽ 50 ലക്ഷം അല്ല, 100 ലക്ഷം അല്ല. ഇനി തർക്കമൊന്നും വേണ്ട, എന്തായാലും കൊള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ. പിന്നെ നടക്കാൻ മേലാത്ത ഇണക്ക് തെറ്റിയതെല്ലാം വേറെ, അതൊന്നും പിന്നെ എണ്ണിയിട്ടില്ല. എന്തായാലും കൊള്ളാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ഇവരെല്ലാം കൂടെ മോശയുടെ നേതൃത്വത്തിൽ ഇവർ യാത്ര ചെയ്ത് മരുഭൂമിയിലേക്ക് കയറി. യാത്രയാണ്. ദൈവത്തിൻ്റെ പരിജ്ഞാനം വെളിവാക്കിയ ഒരു കാര്യം പറയാം. ഒത്തിരി ഉണ്ട്. ഒരു കാര്യം തമ്പുരാൻ കൽപ്പന കൊടുത്തവൻ പറഞ്ഞൊരു കാര്യം ചെയ്യും. രാവിലെ മന്ന, വൈകുന്നേരം ഇറച്ചി, പാറയിന്ന് വെള്ളം. അപ്പം ഭക്ഷണ പദാർത്ഥ പാനീയങ്ങൾക്ക് ഒരു പഞ്ഞു ഇടങ്ങടി വെച്ചാ നല്ല പെരുക്കുന്നത്. ഭക്ഷണം കഴിച്ചാൽ മറ്റ് പ്രക്രിയകളും നടക്കണമല്ലോ. അങ്ങനെ ആണല്ലോ ശരീരം, അത് അത്യാവശ്യവുമാണല്ലോ. ഇവരാന്ന് യാത്ര ചെയ്തു പോവുകയും ചെയ്യുക. അതുകൊണ്ട് പരിജ്ഞാനമുള്ള ദൈവം പറഞ്ഞു, നിന്റെ ആയുധത്തിൻ്റെ കൂട്ടത്തിൽ പാര വെക്കാനല്ല, ഒരു പാര വേണം. പരിജ്ഞാനം കണ്ടോ? നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ രാവിലെ മന്ന കടിക്കും, വൈകിട്ട് കാടപ്പക്ഷി കൊണ്ട് ഇതൊക്കെ ഭക്ഷിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് മറ്റ് പ്രക്രിയകൾ നടക്കണം. അപ്പം അത് നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കടന്നു പോകുക. മറ്റ് മാരക രോഗവും പകർച്ചവ്യാധിയും വരരുത്. അതിന് പരിജ്ഞാനമുള്ള ദൈവം പ്രമാണം കൊടുത്ത് ഒരു പാര ഉണ്ടായിരിക്കണം. അങ്ങനെ ആ പുസ്തകത്തിൽ ബാഹ്യത്തിന് പുറപ്പെടുമ്പോൾ ആ കയ്യിലൊരു പാര ഉണ്ടായിരിക്കണം. അമേധ്യം അല്ലെങ്കിൽ വർജ്യവസ്തുക്കൾ അത് പാര കൊണ്ട് കുഴിയെടുത്ത് കുഴിക്കകത്ത് മൂടി ക്രമപ്പെടുത്തി വേണം യാത്ര ചെയ്യാൻ. ദൈവത്തിന്റെ പരിജ്ഞാനം എത്ര ശ്രേഷ്ഠമാണ്. ഇപ്പൊ നമ്മുടെ ഈ പാരയുണ്ട്, അത് മുമ്പേ പറഞ്ഞ കാര്യത്തിനൊന്നുമല്ല. അടുത്തിരിക്കുന്ന കുഞ്ഞുഞ്ഞിന് വെച്ചേച്ച് അനങ്ങാതിരിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. ഇടയ്ക്ക് നോക്കും വെച്ച പാര, ഹല്ലേലൂ. അതാണ് ഇപ്പൊ ഇരിക്കുന്ന പാര. ആട്ടെ, വിവരിക്കുന്നില്ല. നമുക്ക് പരിജ്ഞാനമില്ലെങ്കിലും വിളിച്ച ദൈവം പരിജ്ഞാനമുള്ളവനാ. നിന്റെ ജീവിതത്തിൽ അറിവുകേട് പലതുണ്ട്, പക്ഷെ വിളിച്ച ദൈവം അറിവുള്ളവനാ. അതാ പത്രോസ് പറഞ്ഞ, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി പ്രിയരെ ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല നിനക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ആ വാക്യം ഞാൻ ഇങ്ങനാ പറയുന്നത്, നീ ദൈവശക്തികൾ നന്നായിട്ട് നിറഞ്ഞാൽ മതി, അതിനകത്ത് നിനക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ഉണ്ട്. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷ പെന്തിക്കോസുകാരോട് പറയാ, നീ ആത്മാവി നന്നായിട്ടൊന്ന് നിറഞ്ഞ്, നീ ആത്മാവി നല്ലതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തേക്ക്, ആത്മശക്തികൾ നല്ലതുപോലെ ഒന്ന് നിറഞ്ഞ്, അതിനകത്ത് നിനക്ക് വേണ്ടതെല്ലാം ഉണ്ടെന്ന്. ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല, ആത്മശക്തികൾ ദൈവത്തെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും സഭയിൽ പറയുന്നത്, സഭയിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. എല്ലാവരും
പാട്ട് പാടുന്നവരും കൊട്ടുന്നവരും നാളെ എടുക്കുന്നവരും വീഡിയോ പിടിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരും സകലയെണ്ണവും പ്രസംഗിക്കുന്ന ഉപദേശി സകലയെണ്ണവും ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. കുഞ്ഞുങ്ങളെല്ലാം ആത്മസ്നാനം പ്രാപിക്കണം, ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ആത്മാവിൽ ബലപ്പെടുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്ന് അവന്റെ ദിവ്യ ശക്തിയാൽ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ദാനം ചെയ്തിരിക്കുക. നല്ലതുപോലെ ആത്മാവിൽ അങ്ങോട്ട് ബലപ്പെട്ട് അത് തന്നെ ഒരു വിടുതലല്ലേ. അതൊക്കെ അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന്റെ മഹത്വം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരണമല്ലോ. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു തേജോമയനായ ദൈവം. അതാ പ്രവൃത്തി 7 വായിച്ചത്. തേജോമയനായ ദൈവം. ഈ തേജോമയനായ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച ആള് ഇപ്പം വന്ന് പെട്ടിരിക്കുന്ന എവിടാ? വരൾച്ച. അതിനെ വരൾച്ചയെ വന്ന് പെടാൻ കാര്യം വരൾച്ചയെ വന്ന് പെടാൻ കാര്യം പിതൃഭവനത്തിന്റെ കെട്ടി ഇതുവരെ പൊട്ടിയിട്ടില്ല. പിതൃഭവനം. കാരണം പിതൃഭവനത്തിന്റെ പ്രതിനിധിയായിട്ട് അപ്പച്ചൻ കൂടെയുണ്ട്. അപ്പച്ചൻ ഏതപ്പച്ചൻ? നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ദൈവം ആരെയാ വിളിച്ചേ? അബ്രഹാമിനെ. പക്ഷെ ആ 11-ാം അധ്യായം നിങ്ങൾ ഇങ്ങോട്ട് വായിച്ചു വന്നാൽ തേരകനെ വിളിച്ചതുപോലെ തോന്നും. പുള്ളിയുടെ ഡയലോഗും പോക്കും വരവും ഒക്കെ കണ്ടാൽ അബ്രഹാമിനെ ദൈവം വിളിച്ചില്ല, പിന്നെ ആരെയാ വിളിച്ചേ? തേരകനെ വിളിച്ചതായിട്ട് നമുക്ക് തോന്നും. വായിച്ചോ, ഒന്നുകൂടെ വാക്യം വായിച്ചേ. അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഹോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. മിൽക്കയുടെ പിതാവ് ഹാരാന്റെ പുത്രിയാകുന്നു. അടുത്ത വാക്യം. സാറായി മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. അടുത്ത വാക്യം. തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായ മരുമകളാകുന്ന സാറായെ കൂട്ടി. അപ്പൊ ശ്രദ്ധിച്ചേ, നിങ്ങൾ ശരിക്കും പഠിച്ചാൽ തേരഹ് ലോത്തിനെയും സാറായെയും അബ്രാമിനെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. ഈ വാക്യം ഇപ്പം വായിച്ചാൽ ഓടിച്ചു വായിക്കുന്നവർക്ക് തോന്നും ദൈവം വിളിച്ചത് ആരെയാ? തേരകനെയാന്ന് തോന്നും. പക്ഷെ വിളിച്ചത് ആരെയാ? അബ്രഹാമിനെയാ. വിളി കേട്ടവന് ദൈവം വിളിച്ചവന് യാതൊരു വോയിസും ഇല്ല. വിളി കേൾക്കാത്ത അപ്പനായിപ്പോ ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. തേരക് ഇവരെയും കൂട്ടിക്കൊണ്ട് പോന്നു. ചില സഭയിലെ, എല്ലായിടത്തും അല്ല, ദൈവം വിളിച്ചത് ചിലപ്പോൾ ആ ദൈവദാസനെ ആയിരിക്കും, പക്ഷേ കൺട്രോൾ മുഴുവൻ അമ്മാമയും കൊച്ചുങ്ങളുമാണ്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയൊന്നും അല്ല. പിന്നെ എന്നെ നിങ്ങൾ പൊട്ടം കളിപ്പിക്കാമെന്ന് എനിക്കറിയാം. ദൈവം വിളിച്ചത് ആ ദൈവദാസനെയാ. ആ ദൈവദാസനാ ദൈവത്തിന്റെ വിളി കേട്ടത്. പക്ഷേ കൺട്രോൾ മുഴുവൻ എവിടാ? ഞാൻ പൊതുവിൽ അഭിപ്രായം പറഞ്ഞതാ. നിങ്ങൾ എന്നെ ഇങ്ങനെ സ്പർദ്ധിച്ചു നോക്കുവൊന്നും വേണ്ട. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത്? അനേക സംഭവങ്ങൾ അറിയാം, അതുകൊണ്ടായി പറയുന്നത്. ദൈവം വിളിച്ചവൻ വേണം ലീഡ് ചെയ്യാൻ. മിക്ക സഭകളിലും കൂട്ടായ്മകളിലും പ്രശ്നം വരാൻ കാരണം വിളിയില്ലാത്തവനാ കൺട്രോള്. വിളിച്ചത് അബ്രഹാമാ. പക്ഷെ ഇങ്ങനെ എഴുതുകാരുന്ന നല്ലതാ. അബ്രഹാം തൻ്റെ പിതാവാകുന്ന തേരകനെയും തൻ്റെ ഭാര്യ സാറായെയും തൻ്റെ സഹോദരപുത്രൻ ലോത്തിനെയും കൂട്ടിക്കൊണ്ട് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ യാത്ര പുറപ്പെട്ടെന്ന് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകും അബ്രഹാം തന്നെ ആ യാത്രയുടെ എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷെ ഇത് അങ്ങല്ല, തേരക്. അതുകൊണ്ടായി വരൾച്ചയെ വന്ന് കിടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇപ്പോഴും വരൾച്ച മാറാത്ത.
വരൾച്ചയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചതല്ല. നിങ്ങളിപ്പം വരൾച്ച എന്ന് ഉദ്ദേശിച്ചത് എന്നാന്ന് ഞാൻ പറയാം. വീടില്ലാത്തത്, വണ്ടിയില്ലാത്തത്, ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ലാത്തത്. ചെറുക്കൻ പേർഷ്യയെ പോയി ചൂട്ട് പോലെ തിരിച്ച് വന്നു. അവിടെ കല്യാണവും ഇതുവരെ നടന്നില്ല. പലരും വന്ന് കണ്ടേച്ച് പോകുന്നതല്ലാതെ അവളെയും കൊണ്ട് ആരും കൂടെ ആശുപത്രി കയറി ഇറങ്ങുന്നത്. നമ്മൾ വരൾച്ചയെന്ന് ഇതൊക്കെയാ. അത് കുഴപ്പമില്ല. ഞാൻ വരൾച്ചയെന്ന് ഉദ്ദേശിച്ചത് ആത്മീക വരൾച്ച. നിനക്ക് പാടാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, കൂട്ടായ്മ കൂടാൻ പറ്റുന്നില്ല, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല, കൈയടിക്കാൻ പറ്റുന്നില്ല, നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല. കാരണം ജീവിതത്തിൽ വരൾച്ചയാ. കാരണം പറയാ, വിട്ടുമാറാത്ത ചില വിഷയങ്ങൾ കുടുംബത്തിനകത്തുണ്ട്. നമ്മുടെ വരൾച്ച മാറണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ഒന്ന് അനുസരിക്കാൻ മുതിർന്ന് യാത്ര ചെയ്ത് എൻ്റെയും നിങ്ങളുടെ ആത്മീക ദാരിദ്ര്യവും വരൾച്ചയും ദൈവം മാറ്റും. ഇവ ഹാരാനി വന്ന് പാർക്കുക. എന്തായാലും വിവരിക്കുന്നില്ല. ആ ഹാരാനിൽ വന്ന് പാർത്തു. അടുത്ത വാക്യം വായിച്ചേ. തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരക് ഹാരാനിൽ വെച്ച് ഏതായാലും തേരക് ഹാരാനിൽ വെച്ച് മരിച്ചു. തേരക് ഹാരാനിൽ വെച്ച് മരിച്ചു. തേരക് മരിച്ചപ്പോൾ ദൈവം 12-ാം അധ്യായത്തിൽ അബ്രാമിനോട് ഇടപെട്ടു. അബ്രാമിനോട് അരുളിച്ചത് എന്തെന്നാ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ നീ ഹാരാനി പാർക്കാനല്ല എന്റെ ഹിതം. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നീ എത്തണം. ചില സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ചില സാവകാശങ്ങളൊക്കെ നോക്കി ചിലയിടങ്ങളിൽ തമ്പടിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചു പാർത്തിരിച്ചത്. ദൈവത്തിന്റെ വിളിയുടെ ആഴം മനസ്സിലാക്കി, ഉദ്ദേശം മനസ്സിലാക്കി, എഫേസ്യ ലേഖനത്തിന്റെ ഭാഷ പറഞ്ഞ അവന്റെ വിളിയുടെ ആശ ഇന്ന് നിന്ന് ഗ്രഹിച്ചു മനസ്സിലാക്കി വിളിക്ക് യോഗ്യമായി യാത്ര ചെയ്താൽ, മുൻപോട്ട് പോയാൽ നിന്റെ ജീവിതത്തിന്റെ വരൾച്ചയും തകർച്ചയും മാറ്റി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ദൈവം നിന്നെ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യാത്ര ചെയ്ത് ഓടിച്ച് മുമ്പോട്ട് പോകാം. യാത്ര ചെയ്ത് മുമ്പോട്ട് പോയി. അപ്രകാരം കനാനിൽ വന്നു. കനാനി വന്ന ഉടനെ പുള്ളി ഒരു യാഗപീഠം അങ്ങ് പണിതു. 12-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചേ. അവൻ അവിടെ നിന്ന് ബേതേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേതേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അപ്പോൾ അബ്രഹാം ഇപ്പം വിളിക്ക് യോഗ്യമായിട്ട് അങ്ങോട്ട് പോകുക. യാഗപീഠം ആരാധനയെ കാണിക്കുന്നതാ. അങ്ങനെ അപ്പൊ യാത്ര ചെയ്ത് യാഗപീഠം പണിത് ദൈവത്തെ ഈ പിതൃഭവനവും ചാർച്ചയെല്ലാം കണ്ടമാനം കടന്നു കുഴഞ്ഞാൽ ആരാധന ശരിയാകുകയല്ല. ഇപ്പോഴും പലരുടെ ആരാധന ശരിയല്ലല്ലോ. കാരണം പാരമ്പര്യങ്ങൾ പലതും ഇതുവരെ വിട്ടിട്ടില്ല. ഒത്തിരി നമ്മൾ വിടേണ്ടതുണ്ട്. ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല. ദൈവം അനുവദിക്കാൻ നാളെ. ഇവിടെ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുക. ഇങ്ങനെ ആരാധിച്ച് അബ്രഹാം അല്പം കഴിഞ്ഞ് ഒരു ചെറിയ അപാകത വന്നു. ചെറുതല്ല, വലുതാ. പാളിച്ച. അബ്രഹാമിൻ്റെ ജീവിതത്തിലെയും ഒരു ചെറിയ പാളിച്ച. അബ്രഹാം ക്ഷാമം വന്നപ്പോൾ നേരെ മിസ്രൈമിലോട്ട് പോയി. 12:10. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. കണ്ടോ, ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അബ്രഹാം നേരെ മിസ്രൈമിലോട്ട് പോയി. ഓടിച്ചു മുമ്പോട്ട് പോയി. അബ്രഹാം മിസ്രൈമിൽ പോയതിന്റെ കെടുതി ഇന്ന് വരെ തീർന്നിട്ടില്ല. വിളി കേട്ടവൻ റൂട്ട് മാറി വേറെ വഴിക്ക് തിരിഞ്ഞാൽ അവൻ മാത്രമല്ല അനുഭവിക്കുന്നത്, അവനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ എണ്ണം അനുഭവിക്കും. കനാലിലോട്ട് പോകേണ്ട പുള്ളി ക്ഷാമം വന്നപ്പോൾ നേരെ മിസ്രൈമിലോട്ട് പോയി. ചതഞ്ഞ ഓടക്കോലാകുന്ന മിസ്രൈമിനെ ആശ്രയിക്കരുതെന്ന അബ്രഹാം നേരെ ഈ പോകുക മാത്രമല്ല, പോകാൻ നേരത്ത് സിസ്റ്റർ സാറായോട് പറഞ്ഞു, പിന്നെ നമ്മൾ മിസ്രൈമിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാമ്മ പറഞ്ഞു, കനാനിൽ പോകാമെന്ന് പറഞ്ഞാന്നല്ലോ നമ്മൾ അവിടുന്ന് ഇറങ്ങി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാട്ടുമൊക്കെ പാടുമായിരുന്നല്ലോ, മനോഹരമായ കനാൻ.
അബ്രഹാം പറഞ്ഞു പാട്ടൊക്കെ പാടും, അതിപ്പോഴും ഞാൻ പാടും, പക്ഷെ നമ്മൾ സാഹചര്യം കൂടെ നോക്കണം. നമ്മളിപ്പം കനാനിൽ പോകത്തില്ല, നമ്മൾ മിസ്രയീം. അമ്മ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കൊയറിൽ നിന്ന് കരങ്ങൾ വീശി വീശി പാടാൻ നിങ്ങൾ പാടിയാടുന്നല്ലോ. മറുകരന്ന കണ്ടിടും അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെ ഒരു പാട്ടില്ലേ, മറുവിലയായി. എടി അത് പുൽപ്പിറ്റേ നിൽക്കുമ്പോഴല്ലേ പാട്ട്, വീട്ടിൽ വേറെ പാട്ടാ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പുൽപ്പിറ്റയിൽ വരുമ്പോൾ ഒരു പാട്ട്, വീട്ടിൽ ചെല്ലുമ്പം വേറൊരു പാട്ട്. അഭിപ്രായ വ്യത്യാസം വരുമ്പം കൊടുങ്ങല്ലൂർ സൈഡിലെ പാട്ടും. അങ്ങനെയുള്ള ഒത്തിരി ലീഡർമാരുണ്ട്, മനസ്സിലാകുന്നില്ല. സൺഡേ പുൽപ്പിറ്റയിൽ നിൽക്കുമ്പോൾ സിയോൻ ഗീതാവലിക്കകത്തെ പാട്ട്, വീട്ടിൽ വരുമ്പം അസ്തോദിയരുടെ പാട്ട്. അഭിപ്രായ വ്യത്യാസം അമ്മായിമ്മയും മരുമകളും ചേട്ടനും അനിയനും നാത്തൂനും അല്ലെ അയലത്തുകാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുമ്പം എവിടുത്തെ പാട്ടാ? മുമ്പേ ഞാൻ പറഞ്ഞല്ലോ സ്ഥലം. ആ പിന്നെ സൺഡേ വരുമ്പോൾ നീ സൺഡേയിലെ പാട്ട് തന്നെ വേണം മൺഡേയിലും പാടാൻ. ആ പാട്ട് തന്നെ ആയിരിക്കണം വീട്ടിലും പാടാൻ. ആ പാട്ട് തന്നെ ആയിരിക്കണം ഓഫീസിൽ ചെല്ലുമ്പോഴും പാടാൻ. പാടുന്നുണ്ട്. ആ പാട്ട് തന്നെ ആയിരിക്കണം പരസ്യോഗത്തിനും. അത് തന്നെ ആയിരിക്കണം ജീവിതം മുഴുവൻ, അതായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴേക്കാ സാറായോട് പറഞ്ഞു നമ്മൾ മിസ്രൈമിലോട്ട് പോവാ. ഞാൻ സഭയുടെ പേരൊന്നും പറയുന്നില്ല. ഞാൻ ഒരു സഭയിലെ പ്രധാനപ്പെട്ട ആളോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളെ ഒന്നും ഇവിടെ നിർത്തി പാടിപ്പിക്കുന്നില്ലല്ലോ, നിങ്ങളുടെ കൺവെൻഷനും പ്രധാനപ്പെട്ട യോഗങ്ങൾക്കൊന്നും. എല്ലാവരും പറഞ്ഞ് പാടിപ്പിക്കുകയല്ല. ഞാൻ ചോദിച്ചു, നന്നായിട്ട് പാടുന്നവരുണ്ടല്ലോ, ഞങ്ങൾ വളരെ അതുപോലെ സംസാരിക്കും. ആ പാടുന്നവർ കാണും, അല്ല അവർക്ക് കൂടെ ഒരു അവസരം. അപ്പം എന്നോട് പറഞ്ഞ മറുപടി പറയാം. അത് ഇവിടെ അതിനുള്ള ആൾക്കാരുണ്ട്. ഇവർ സൺഡേയും ഇവിടെ ഇരുന്ന് തന്നെ പാടും, മൺഡേയിലും ഇവിടെ ഇരുന്ന് തന്നെ പാടും, വെനസ്ഡേയിലും ഇവിടെ തന്നെ ഇരുന്ന് പാടും, ഫ്രൈഡേയും ഇവരിവിടെ ഇരുന്ന് പാടും. അവിടെ തന്നെ ഇരുന്നേ പാടൂ. ഇതിനിടയ്ക്ക് അവർ വേറെ പാട്ടിന് പോവുകയില്ല. സൺഡേ ഇവിടെ സ്തുതി ചെയ് മനമേ എന്ന് പാടിയിട്ട് വെനസ്ഡേ വേറെ പരിപാടി വരുമ്പോൾ പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന് പാടാൻ മനസ്സിലാകുന്നില്ല. ബാക്കി നാളെ, ഇന്നിപ്പം ഞാൻ വന്ന് മട്ട ഒന്ന് പിടിച്ചെന്നേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരാളെ ഉന്നമ ചൊല്ലി പറയുന്നത്. സ്തുതി ചെയ്യും മനമേന്നുള്ള പാട്ട് പാടിയ തിങ്കളാഴ്ച അവരത് തന്നെ പാടുന്നത്. ചൊവ്വാഴ്ച എല്ലാവരുടെയും കാര്യമല്ല, നമ്മുടെ ഇടയിൽ ആ സഭക്കാരെ ഓടിച്ചു നിർത്തി മറ്റ് പല ഉണ്ടല്ലോ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, എല്ലാവരുടെയും കാര്യമല്ല, തെറ്റിദ്ധരിക്കരുത്. എന്നാൽ പല ആൾക്കാരും ഇതിനിടയ്ക്ക് വേറെ പല പാട്ട് പാടാൻ പോകും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അതുകൊണ്ട് അവർ അങ്ങനെ പോട്ടെ, ഇവർ തന്നെ പാടും, ഇവർ പാടുന്ന ഉണർവ് മതി നമുക്ക്, അവർ പാടുന്ന ഉണർവ് മതി. ആ ഉണർവ് പ്രതീക്ഷിച്ചാൽ ഇവിടെ വരുന്നവരും. അല്ലാതെ കത്തട്ടെ, തീ കത്തട്ടെ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാൻ. സൺഡേയിലെ പാസ്റ്റർ തന്നെ ആയിരിക്കണം മൺഡേയിലും. സ്റ്റേജിൽ നിൽക്കും, നമ്മുടെ പാസ്റ്റർ ടൗണിൽ നിന്നപ്പോൾ ഫുട്ബോൾ കളിക്കാരനാണ്. അല്ലല്ല നമ്മുടെ പാസ്റ്റർ മനസ്സിലായി കാണുമല്ലോ.
എന്നിപ്പോൾ അത്ര പറയുന്നുള്ളൂ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്, അല്ല ഒരാളെ ഉന്നം വെച്ചോ ഒരു സഭയെ ഉന്നം വെച്ചല്ലേ പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുന്ന ഈ നാവ് കൊണ്ട് മറ്റൊരു പാട്ടിന് പോകരുതെന്നായി പറഞ്ഞത്. ജീവൻ പോകുവോളം. Praise the Lord. അപ്പൊ അപ്പോഴേക്ക് സിസ്റ്റർ സാറോട് പറഞ്ഞു നമ്മൾ മിസ്രൈമിലോട്ട് പോവുക. അപ്പോൾ അമ്മാമ്മ പറഞ്ഞു നമ്മൾ കനാനിൽ പോവാൻ. കനാനിലൊക്കെ പോകും, പക്ഷെ നമ്മൾ പിന്നെ അമ്മാമ്മ ഓർത്താലും ഇറങ്ങി തിരിച്ചല്ല. ഇപ്പം എന്നായി നിന്നെയും ഇട്ടച്ച് പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ട്. അബ്രഹാം പറഞ്ഞു പിന്നെ സാറാമേ നീ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. അതിന് നമ്മൾ മിസ്രൈമിൽ ചെല്ലുമ്പം ഈ ഭാര്യയാന്ന് പറയരുത്, സിസ്റ്ററാന്നേ. എന്നാൽ സാറാൻ പറഞ്ഞു നമ്മൾ പെന്തിക്കോസുകാരാ, കള്ളം. അബ്രഹാം പറഞ്ഞു ആരാ അതിന് കള്ളം പറഞ്ഞ്? പിന്നെ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, അവളെൻ്റെ അപ്പൻ്റെ മകള് തന്നെ, വാസ്തവമായിട്ട് അവളെൻ്റെ പെങ്ങള് തന്നെ. അപ്പോൾ കള്ളവും പറഞ്ഞിട്ടില്ല. ആട്ടെ, രണ്ടുപേരുടെ അഡ്ജസ്റ്റ്മെന്റിൽ മിസ്രൈമിൽ പാർത്തു. ഞാനൊരു കാര്യം ദൈവമക്കളോട് എപ്പോഴും ഞാൻ പറയും, ഈ അഡ്ജസ്റ്റ്മെന്റിൽ താമസിച്ചാൽ ആത്മീയത്തിലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കാം. അഡ്ജസ്റ്റ്മെന്റിൽ പോയാൽ കോടികൾ സമ്പാദിക്കാം. എന്നാൽ നീ പ്രമാണത്തിനും ഉപദേശത്തിനും പരമാർത്ഥത്തിനും നീതിക്കും ന്യായത്തിനും നിന്ന് നിനക്കൊന്നും ഉണ്ടാക്കാൻ ഒക്കുകയല്ല, ഒക്കത്തില്ല. അഡ്ജസ്റ്റ്മെന്റിൽ ഒന്ന് പോയ ഒരു കുഴപ്പം കോടികൾ ഉണ്ടാക്കാം. വായിച്ച അഡ്ജസ്റ്റ്മെന്റിലായിരുന്നു മിസ്രൈമിലെ ജീവിതം. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? 13-1 വായിരു വേഗത്തിൽ. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോട് കൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായി. ശ്രദ്ധിച്ച ഇഷ്ടം പോലെ സമ്പത്ത്. ഇത് മിസ്രൈമിൽ പാർത്ത കാലത്ത് കണ്ടമാനം സമ്പത്ത് കിട്ടി, ഇഷ്ടം പോലെ. ഞാനൊരു 10-13 കൊല്ലം മിസ്രൈമിൽ പാർത്തെന്നാണ്. ആ മിസ്രൈമിലെ ജീവിതം അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. പെങ്ങളാന്നേ ആര് ചോദിച്ചാലും പെങ്ങളാന്നേ പറയാവോ, വൈഫാന്ന് അഡ്ജസ്റ്റ്മെന്റ്. ആ പാർപ്പിൽ ഇഷ്ടം പോലെ സ്വത്തുണ്ടാക്കി കിട്ടി. അപ്പം ഞാൻ അതിൻ്റെ ഒരു വശം പറയാ, ആത്മീക ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് പോയാൽ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. ഉപദേശം വെച്ചിട്ട് നയിച്ചേ കാശ് ഇഷ്ടം പോലെ വരും. നമ്മുടെ പ്രസംഗം കേട്ടാൽ 10 രൂപ തരാനുള്ളവനും കൂടെ സ്തോത്രം. ഒരിക്കൽ പണ്ടൊരാളിനോട് പറഞ്ഞു അനീഷ് കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കണം. ഞാൻ ചോദിച്ചാൽ എന്തുവാ, ഇങ്ങനൊന്നും പ്രസംഗിക്കരുത്, കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചു എങ്ങനെ അതിൻ്റെ മാർഗം. അപ്പോൾ പുള്ളി അതിൻ്റെ മാർഗമൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോടൊരു പുള്ളിയൊരു സാക്ഷ്യവും പറഞ്ഞു. ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഒരമ്മാമ്മ എനിക്ക് അന്ന് പറഞ്ഞത്, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് 9 ലക്ഷത്തിൻ്റെ വണ്ടി തന്നെന്ന് പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞിടാ, ഞാനിപ്പം കുറേ നാളായി പ്രസംഗം തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരമ്മാമ്മ എനിക്കൊരു വണ്ടി തന്നിട്ടില്ല. ഒരു സൈക്കിൾ പോലും ഒരമ്മാമ്മ എനിക്ക്, അമ്മാമ്മമാരില്ലായിട്ടാന്നോ വണ്ടിയില്ലായിട്ടാന്നോ? ഇഷ്ടം പോലെ. നമ്മുടെ പ്രസംഗം കേട്ടാ ഒരുമാതിരിപ്പെട്ട അമ്മാമ്മമാരും അപ്പാപ്പന്മാരും നമ്മൾ ചെന്ന വണ്ടിയുടെ കാറ്റൂരിവിടാനാ പരിശ്രമിക്കുന്നു. അവിടെ വണ്ടി കള്ളു വെച്ചേക്കാൻ പറയും. ഈ ആത്മീകത്തിൽ അഡ്ജസ്റ്റ് ചെയ്തേ ആൾക്കാർക്കും തൃപ്തി വരും. അവർ പറ പുള്ളി ആരെയും പിണക്കത്തില്ല കേട്ടോ, കുഴപ്പമില്ല. തന്നെയല്ലേ പുള്ളിയെ നമുക്ക് വിളിച്ചാൽ പുള്ളി നന്നായിട്ട് ഇളക്കും. കാരണം പുള്ളിക്ക് പണ്ട് കേറ്ററിംഗ് ആയിരുന്നു. അവിയലും ഒലത്തിറച്ചിയൊക്കെ നന്നായിട്ട് അവിടെയല്ലേ കൂടുതൽ സാധനം ഇളക്കേണ്ടത്. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ആത്മീക ജീവിതത്തിൽ ശുശ്രൂഷയിൽ
അഡ്ജസ്റ്റ് ചെയ്താൽ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. പക്ഷേ എന്നും മനസാക്ഷിക്ക് കുത്തലുണ്ടാകും. അങ്ങനെയുള്ളവരോട് ചോദിച്ചു. ഇവിടെ നല്ല പ്യുവർ പെന്തിക്കോസ് ഉപദേശം പ്രസംഗിച്ച പല ആൾക്കാരും വേറെ രാജ്യങ്ങളിൽ ചെന്ന് വേറെ ഉപദേശത്തിൽ കൂടി തിരിച്ചു വന്ന് കോടികൾ സമ്പാദിച്ചു. പക്ഷെ അന്നും ഇന്നും ഈ കറക്റ്റ് ഉപദേശത്തിന് വേണ്ടി നിന്ന ദൈവദാസന്മാർ പലരുണ്ട്. അവർക്കൊത്തിരി സ്വത്തൊന്നും ഉണ്ടാക്കാനൊത്തില്ല, പേരും പ്രശസ്തിയും ഒന്നും അധികം കിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, അവർ മുട്ടുമടക്കുമ്പോൾ മനസാക്ഷിക്ക് ഒരു കുഴപ്പവും വരികയില്ല. ലോകത്തിന്റെ ദൃഷ്ടിയിൽ, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ചിലപ്പം വലിയ വീടൊന്നും വെച്ച് കാണുകയല്ല, 2-3 കോടിയുടെ വണ്ടിയൊന്നും കണ്ടെന്ന് വരികയല്ല, വലിയ പ്രതാപം പ്രശസ്തി ഒന്നും കിട്ടിയെന്നും വരികയല്ല. ലോകക്കാരുടെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവര് മണ്ടന്മാരാ, കഴിവില്ലാത്തവരാ, പോഷന്മാരാ. നമ്മൾ പറയില്ല, ഓ ഇത്രയായിട്ടും രക്ഷപ്പെട്ടില്ല കേട്ടോ, പുള്ളിക്ക് ഒത്തിരി അവസരം കിട്ടിയതാ. പക്ഷെ ഒരു കാര്യം പറയാം, മുഴങ്കാലം അടക്കുമ്പം നല്ല പ്രാഗൽഭ്യമാണ്. അതല്ലേ ഏറ്റവും വലുത്, അതാ ഏറ്റവും വലുത്. മറ്റേത് കോടിക്കണക്കിന് സമ്പാദിച്ചു, ആൾക്കാർക്കൊക്കെ വലിയ കാര്യമൊക്കെയാ. പക്ഷേ അവർ വ്യക്തിപരമായിട്ടിരിക്കുമ്പോൾ എന്നും മനസാക്ഷിക്ക് കുത്തൽ വരും. അതുകൊണ്ട് ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് പറയാം, നിങ്ങൾക്ക് വലിയ പേരും പ്രശസ്തിയും സ്ഥാനവും മാനവും ഒന്നും ലഭിച്ചില്ലെങ്കിലും നല്ലൊരു മനസാക്ഷിയുണ്ടോ? ദൈവസന്നിധി മുഴങ്കാലം അടക്കുമ്പോൾ മനസാക്ഷി കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടെന്നുള്ളതാണ്. ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ, ഉപദേശത്തിന് വേണ്ടി നിൽക്കുവാൻ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ, പ്രതിഷ്ഠയോടെ നിൽക്കുവാൻ ഇന്ന് രാത്രി ആര് സമർപ്പിക്കും അവരെ ദൈവം അനുഗ്രഹിക്കും. നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. നിന്റെ സന്തതി അധപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തിന് അനർത്ഥം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് നാശം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നീതിമാന്റെ സന്ധി അപ്പം ഇരക്കത്തില്ല. യഹോവ പക്കത്തിന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ട്. ഇന്ന് രാത്രി പ്രമാണത്തിന് വേണ്ടി, വ്യവസ്ഥയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്ക് നിന്റെ കുടുംബത്തിന് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. യഹോവ നിന്നെ ചുറ്റി പരിപാലിക്കും. യഹോവയുടെ ദോഷവും തെറ്റാതെ വേണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്ക് പരിപാലിക്കും. അനർത്ഥങ്ങൾ വ്യസനത്തിന് കാരണമായി ഭവിക്കാതെ അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിച്ച് തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറച്ച് ഒരാ പാറമേൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ബഹുമാന്യ ദൈവദാസൻ 9 മണി വരെ സമയം പറഞ്ഞ് സൂക്ഷ്മ 9 ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ വൈകിട്ട് ഇതിൻ്റെ ശേഷമുള്ള ഭാഗം നമുക്ക് ദൈവകൃപയെ ശരണപ്പെട്ട് ധ്യാനിക്കുകയും ദൈവസന്നിധിയിൽ ബലപ്പെടുകയും ചെയ്യുവാൻ അവസരം ദൈവം തരട്ടെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. രോഗദുഃഖം ഏറിടും നേരം ഇഷ്ടദായകനാം യേശു ആശ്വാസമേകും. പാട്ടുകാർ വന്നാട്ടെ. രോഗദുഃഖം ഏറിടും നേരം ഇഷ്ടദായകനാം യേശു ആശ്വാസമേകും. ഓ കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാ പോയിടാൻ ധൈര്യമായി നാഥൻ പാതയിൽ. ഓ കഷ്ടതയേറ്റ പ്രിയൻ കൂടെ കൈയടിച്ച് ചേർന്ന് പോയിടാൻ ധൈര്യമായ നാഥൻ പാതയിൽ. ഓ എന്റെ ദൈവമെല്ലാം ഓ എന്റെ ദൈവമെല്ലാം
അണച്ചിടുവാനോടീനം ചിറകടിയിൽ എഴകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാ ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ എഴകളിൽ ഭാരം ചുമക്കുന്നതാ ഏതുനേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ നവോരാ വർണ്ണിച്ചിടാൻ ഓരോന്നോ നന്ദി കൊണ്ടെന്റെ ഉള്ളം തീരുന്നപ്പാ നവോരാ വർണ്ണിച്ചിടാൻ ഓ നന്ദി കൊണ്ടെന്റെ ഉള്ളം തീരുന്നപ്പാ എന്റെ ദൈവമെല്ലാം നാടുമാനന്യം കണ്ട് അണച്ചിടുവാനോടീനം ചിറകടിയിൽ എന്റെ ദൈവമെല്ലാം നാടുമാനന്യം കണ്ട് അണച്ചിടുവാനോടീനം ചിറകടിയിൽ ഓ എന്ന് കേൾക്കും പ്രിയ ശബ്ദം എന്റെ കണ്ണീർ സമ്പൂർണമായി എന്ന് കേൾക്കും പ്രിയ ശബ്ദം ഓ അന്നു മാറും എന്റെ കണ്ണീർ സമ്പൂർണമായി മണിയറവാസം പൂകി ആനന്ദിച്ചിടും എന്റെ ഉള്ളം ധീരം ധീരമായി മണിയറവാസം പൂകി ഉള്ളം ധീരം ധീരമായി എന്റെ ദൈവമെല്ലാം നാളുമാനന്യം തന്നെ അണച്ചിടുവാനോടീനം ചിറകടിയിൽ എന്റെ ദൈവമെല്ലാം നാളുമാനന്യം തന്നെ അണച്ചിടുവാനോടീനം ചിറകടിയിൽ ദുഃഖം വന്നിടും ആശ്വാസമേകോ ആശ്വാസമേകോ പ്രിയൻ കൂടെയുള്ളതാ പോയിടാം ധൈര്യമാണ് നാഥൻ പാതയിൽ പ്രിയൻ കൂടെയുള്ളതാ പോയിടാം ധൈര്യമായി നാഥൻ പാതയിൽ ദൈവമെല്ലാം
അമ്മത രഗതന രഗതന വൈരക രഗതന ഹസ്തല ഭൗഷസ്ഥാന അത്തല ഭൗഡല റംധല ഭൗഡല റംധല ജാനവ റംധല വൈശേ ധാരേ ധാരേ